ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പട്ടുപാവാടയുടെ ഒപ്പം ഒരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പാണ് തുന്നണത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം, ഒരു അരമണിക്കൂറിനുള്ളിൽ തയ്ച്ചെടുക്കാം. ശരിക്കും 10 മിനിറ്റ് മതി തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു പീസാണ് നമുക്ക് പട്ടുപാവാടയുടെ ഒപ്പം. അപ്പോൾ അതിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ലൈനിങ്ങിലാണ് ചെയ്യുന്നത്, ബാക്ക് പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ തുണി ഒന്ന് ലെവലാക്കി കൊടുത്തു. അതിനുശേഷം ഒരു ഫോൾഡഡ് സൈഡ് അല്ല കേട്ടോ, നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലേക്കാണ് നമ്മൾ ബാക്ക് ഓപ്പൺ ആണല്ലോ, ഓപ്പൺ സൈഡ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 13.5 ഇഞ്ചാണ് എൻ്റെ അളവ് ബ്ലൗസിൻ്റെ. ഇപ്പോൾ ഞാനൊരു 1 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 14.5 ഇഞ്ച് ലെങ്ത്ത് ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരു 14.5 ഇഞ്ച് ലെങ്ത്ത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. നമ്മുടെ സീം അലവൻസ് ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഇപ്പോൾ താഴെ കൊടുത്തു, അതുപോലെ തന്നെ മുകളിലും കൊടുത്തു. ഇനി നമ്മൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ ആ ഓപ്പൺ സൈഡിൽ കൊടുക്കേണ്ട, ബാക്ക് ഓപ്പൺ ആണല്ലോ, ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളതിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ, സിമ്പിൾ ബോട്ട് നെക്കാണ്. അപ്പോൾ അതിന് ഞാൻ അതുകൊണ്ട് ഫുൾ ഷോൾഡറിൻ്റെ ഹാഫ് തന്നെ കൊടുത്തു. 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7 ഇഞ്ച്. ആ 7 ഇഞ്ച് തന്നെ ഞാൻ ആം ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മുടെ ആ ഒരു 7 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളിതുപോലെ ചെയ്യാം. എന്നിട്ട് നമ്മളിതിൻ്റെ ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ബോട്ട് നെക്ക് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ 4.25 ഇഞ്ച് ഞാനിതിൻ്റെ വൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ബോട്ട് നെക്കിനുള്ളത്. എന്നിട്ട് നമ്മൾ ആം ഹോളൊന്ന് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു കേട്ടോ. നമ്മളിതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത് വരച്ചു. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. നമ്മൾ ആ ഒരു ചെരിവില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ സീം അലവൻസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ആ ഒരു താഴെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആ ഒരു മെയിൻ ഭാഗത്തേക്ക് നമ്മൾ ആ ചെരിവ് കൊണ്ടുവരിക. അങ്ങനെയാണ് വരയ്ക്കുക കേട്ടോ. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി എൻ്റെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ലൂസ് ഞാൻ കൂട്ടി. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു കോർണറിൽ 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്, ബാക്കിലായതുകൊണ്ട് കേട്ടോ. കണ്ടോ, 1 ഇഞ്ച് കൊടുത്തിട്ട് ആ ഒരു കർവ് ഷേപ്പ് 1 ഇഞ്ച് കൊടുത്ത് ആം ഹോളിൻ്റെ പകുതി എടുത്ത് ഇതുപോലെ കണ്ടില്ലേ, ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് അളന്ന് നോക്കട്ടെ. എൻ്റെ ആം ഹോളിൻ്റെ പകുതി എന്ന് പറയുന്നത് ആം ഹോൾ സർക്കംഫറൻസ് അപ്പോൾ 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് 7 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ എൻ്റെ വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് 6.25 ഇഞ്ചാണ് വരിക കേട്ടോ, വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം. അപ്പോൾ ഞാനവിടെ 6.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു, വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം. ഇനി അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഡാർട്ട് കൊടുക്കണം. ബാക്കിൽ ഞാനിപ്പോഴും ഒരു ഡാർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കും. അതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആണല്ലോ മുകളിൽ കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് താഴെയും കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് കൊടുക്കേണ്ട എങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു തുണി കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ ഒരു ഇതിലാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ഡാർട്ട് എടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, തുണി കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇതിൽ വരച്ചു കൊടുക്കുക. ആ ഒരു 5 ഇഞ്ച് ഹൈറ്റ് എടുക്കാം കേട്ടോ അതിന്, ആ ഒരു ഡാർട്ടിനും. ഇനി നമുക്ക് ബാക്കിലെ ലെങ്ത്ത് നമ്മൾ കൊടുക്കണത് ഇതുപോലെ. നമ്മളിപ്പോൾ ഒരു ബോട്ടിനൊക്കെ ആണല്ലോ, അപ്പോൾ ഞാനൊരു 2.25 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുക്കണമല്ലോ കേട്ടോ. പിന്നെ വൈഡ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ബോട്ടിൻ്റെ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു ബോട്ടല്ല, ഇത്തിരി വിരിഞ്ഞ തരത്തിലുള്ള ഒരു ബോട്ടിനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് അതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് കൊടുക്കാം കേട്ടോ. നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക, ബാക്ക് പാർട്ട് കേട്ടോ. കണ്ടില്ലേ, മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഇത് ക്യാൻവാസിലല്ല കേട്ടോ ഈ നെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ച് ക്ലോസ് ആയിട്ടുള്ള ഭാഗം കേട്ടോ, ഓപ്പൺ അല്ല, തെറ്റിപ്പോയതാണ്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഞാൻ എൻ്റെ ഭാഗത്തേക്ക് വെച്ചു. കാരണം ഫ്രണ്ട് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടാണല്ലോ,
തയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ വെക്കുമ്പോൾ ആ ഒരു തുണി ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. 1 മീറ്റർ തുണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ലൈനിങ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കയറ്റി ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ തുണിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ആ ഒരു ഞാൻ ബാക്കിൽ കുറച്ച് 1/4 ഇഞ്ച് കൂടുതലല്ലേ ഇട്ടിരുന്നത്, അതൊന്നൊരു പിൻ വെച്ച് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കത് അവിടെ ഫ്രണ്ടിലേക്ക് അത് വേണ്ടല്ലോ, അവിടെ ഓപ്പൺ അല്ലേ, ഫ്രണ്ട് ക്ലോസ്ഡ് അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു തുണി ഈ ഒരു ലെവലിൽ നമ്മൾ പരമാവധി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം തുണി വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് തുണി ഉണ്ടാവുള്ളൂ തയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ ഒരു ഫ്രണ്ട് ഇതിൻ്റെ അതേപോലെ തന്നെ ബാക്കിൻ്റെ അതുപോലെ തന്നെ നമ്മളൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ആ നെക്കിൻ്റെ ഭാഗം, അതുപോലെ ആം ഹോളിൻ്റെ ഭാഗം കണ്ടോ. ഞാൻ ഈ വരയ്ക്കുന്നത് തുണി നമ്മൾ മാക്സിമം ചുരുക്കി പിടിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ചുരുക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുബ്ധിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് നമ്മൾ ബാക്കിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിൽ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. ബാക്കിൽ 14.5 ആണെങ്കിൽ ഫ്രണ്ടിൽ 15.5 കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂടുതലാണ് നമ്മൾ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ വരച്ചെടുക്കുകയാണ്. ബാക്കി എവിടെ വരെ ഞാൻ വരച്ചെടുത്തല്ലോ, എല്ലാ ഭാഗം ഞാൻ വരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിൻ്റെ അതുപോലെ തന്നെ ട്രേസ് ചെയ്ത് വെച്ചു. അതുപോലെ വെച്ചല്ലോ. ഇപ്പോൾ 1 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ടോ. അതുപോലെ ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, നമ്മൾ ആ ഒരു ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ കർവ് ഷേപ്പാണല്ലോ വരച്ചെടുത്തിരിക്കുന്നത്. നമുക്കവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വരയ്ക്കണുള്ളൂ. കാരണം ഇത് സ്ലീവ്ലെസ് ബ്ലൗസാണ്, ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കുഴിച്ച് വരയ്ക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ ഭാഗം വരച്ചു. നെക്കിന് ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 3.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറച്ച് ഇറക്കം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വൈഡും അതൊക്കെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് ഭാഗം നമ്മൾ ഒന്ന് വരച്ച് ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുത്തെടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ബോട്ടിനൊക്കെ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പറഞ്ഞു തന്നു മാത്രം. ക്യാൻവാസിലാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ, നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് വരച്ച് വെച്ചിരിക്കുകയാണല്ലോ കർവിൻ്റെ അവിടെ നിന്ന് നമ്മൾ കണ്ടോ, കറക്റ്റ് ആ ഒരു ആ ഭാഗം നമ്മൾ വരച്ചിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് കൂടുതലെടുക്കണം കേട്ടോ. ഫ്രണ്ട് പാർട്ടിലേക്ക് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് കൂടുതലെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ആം ഹോളിൻ്റെ ഡാർട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇവിടെ ഒരു 9.5 ഇഞ്ചാണ് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് വരിക കേട്ടോ. 9.5 ഇഞ്ച്. അപ്പോൾ ഞാൻ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ബസ്റ്റിൻ്റെ വിട്ട് വരുന്നത് ഒരു 3.25 ഇഞ്ച് വരുന്നുണ്ട് കണ്ടോ. 3.25 വരിക. ഈ ഒരു അളവിന് 3.25 മതി. 32 സൈസ് ബ്ലൗസ് ആണല്ലോ, അപ്പോൾ അതിന് 3.25 മതി. അപ്പോൾ 9.5 താഴോട്ട് വരുന്ന പോയിൻറ്റും അതുപോലെ 3.5 ഈ ഭാഗത്തുനിന്ന് വരുന്ന ആ ജോയിൻ്റ് ചെയ്യണ പോയിൻറ്റുമാണ് നമുക്ക് ബസ്റ്റ് പോയിൻ്റായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് താഴോട്ട് ഞാൻ മുകളിൽ 3.5 എടുത്തത്, 3.25 എടുത്തത്. താഴോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒരു 1/2 ഇഞ്ച് കുറച്ച് 3.25 ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെരിഞ്ഞൊരു ലൈൻ വരില്ല നമുക്ക്. താഴെ 3.25 ആണെങ്കിൽ മുകളിൽ 3.25 ആണെങ്കിൽ താഴെ 3.25 ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് ശേഷം 1.5 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊരു 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട് വരച്ചു കൊടുത്തു. ആ ഒരു ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഹൈറ്റ് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. അതെന്തിനാ വെച്ചൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ ഇതുപോലെ താഴോട്ട് അടയാളപ്പെടുത്തി കൊണ്ടുവരിക. അപ്പം നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ കണ്ടോ, ഒരു നല്ലൊരു ഷേപ്പ് വന്നില്ലേ. ഇപ്പം നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ മുകളിൽ 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നല്ലോ. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 4 ഭാഗം എന്ന് പറയുന്നത് 6.25 ബാക്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും അടയാളപ്പെടുത്തിയെടുക്കുക. വേസ്റ്റിൻ്റെ വൈഡ് എന്ന് പറയുന്നത്, വേസ്റ്റിൻ്റെ വണ്ണം 6.25 4 ഭാഗം 6.25. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1.5 ഇഞ്ച് നമ്മൾ ആ ഒരു ഡാർട്ടിന് കൊടുത്തില്ലേ, അത് അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടാനുള്ളതാണ് കേട്ടോ. നമ്മൾ കൂട്ടിയിടണം. 1.5 ഇഞ്ച് ഒരു ഡാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് അവിടെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ആ ഡാർട്ട് കട്ട് ചെയ്ത് പോയിട്ട് അവിടെ തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് വേണ്ടി വരും. അപ്പോൾ അവിടെ 1 ഇഞ്ച് നമുക്ക് തയ്ക്കാനായിട്ട് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തയ്ക്കാൻ. അപ്പോൾ മുകളിൽ ഒരു 1 ഇഞ്ച് കൊടുത്തു. അതിന് ശേഷം 1.5 ഇഞ്ച് ഡാർട്ടിന് എക്സ്ട്രാ നമ്മൾ കൊടുത്തു. 1 ഇഞ്ച് തയ്ച്ച് പോകാൻ വേണ്ടി കൊടുത്തു. ഇത്രയും കൂടുതൽ നമ്മൾ എക്സ്ട്രാ തുണി ഇവിടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം ഫ്രണ്ട് പാർട്ടിൽ, ബാക്ക് പാർട്ടിൽ ഇല്ലാത്ത പോലെ. ഇനി അതിന് ശേഷമാണ് നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ ബാക്കിൽ നമ്മൾ ഇത് കൊടുത്തല്ലോ, സീം അലവൻസ് കൊടുത്തല്ലോ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും 1.5 ഇഞ്ച് കൊടുക്കുക. എക്സ്ട്രാ കൊടുത്ത് ഇതുപോലെ
നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. സ്ലീവ്ലെസ് നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ്. നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇതൊക്കെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ എടുത്തു. ഇനി നമുക്ക് ആം ഹോൾ ഡാർട്ടിൻ്റെ അത് മുകളിൽ നിന്ന് നമ്മൾ ആം ഹോൾ ഒരു 5.25 നടന്നെടുക്കാം കേട്ടോ. ഒരു 5.25 അല്ലെങ്കിൽ 6, 5.25 വരെ നമ്മളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. ആ 5.25 നമ്മൾ ഇവിടെ നിന്നുള്ള ആ ഒരു ഡാർട്ട് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5.25 അടുത്ത് നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ദേ ഈ ഒരു ലൈനിൽ വരച്ചു കൊടുത്തു. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ അവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്തായിട്ട് കണക്ട് ചെയ്തത് ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ കണ്ടില്ലേ, ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യണം കേട്ടോ. എല്ലാ പാർട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ പോലെ. അപ്പോൾ നിങ്ങൾ ഇത്രയും നമ്മൾ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാനിതൊക്കെ സ്പീഡിലാണ് പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് ചെയ്യണതാണല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ആ ചെറിയ പീസുകളുണ്ടല്ലോ അത് ഈ ഫ്രണ്ട് പാർട്ടായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവർ അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാൻവാസിൽ, അപ്പോൾ ക്യാൻവാസിൽ ആ നേരത്തെ പറഞ്ഞ അളവ് വെച്ചിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ബാക്കിൽ ഇതുപോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരു പീസ് എടുത്ത് വെച്ച് 1/2 ഇഞ്ചിൽ തയ്ച്ച് മടക്കി പിന്നിലേക്ക് മറച്ചിടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പിന്നിലേക്ക് മടക്കി ഇടാണ് ചെയ്തത്. പിന്നെ ഇതിന് ഒരു ഭാഗത്ത് ഹുക്കും 2 ഇഞ്ചിൻ്റെ ഹുക്കിൻ്റെ ഭാഗം ഒരു 2.5 ഇഞ്ചിൽ ഐ ബട്ടൻ്റെ ഭാഗം വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തു. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടുതലുണ്ടാവും, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഭംഗിയാക്കുക. അതിന് ശേഷം ഒരു 1.5 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് താഴെ നമ്മൾ ഒന്ന് മടക്കി അവിടെ ഫിനിഷ് ചെയ്യണ്ടേ. 1.5 ഇഞ്ചിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഇത് കൊടുക്കില്ലേ, ആ ഒരു ഭാഗത്ത് സ്ലീവ്ലെസ് ആണല്ലോ, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം അധികം കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. പെട്ടെന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കും ഒക്കെ ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇത് പാവാടയ്ക്കൊക്കെ ഇടാനുള്ളതാണ്. നമുക്ക് പട്ടുപാവാടയ്ക്കൊക്കെ, ഞാനിപ്പോൾ ഇത് പട്ടുപാവാടയ്ക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.